ഹലോ ഗായ്സ്, വെൽക്കം എവരിവൺ ടു ദ വ്ളോഗ് സിപ്സ്ലാം വ്ളോഗ്സ്. ഇത് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാ? മസനഗുഡി വഴി ഊട്ടിലേക്ക് പോവാണ്. അതെ ഗായ്സ്, മസനഗുഡി വഴി ഊട്ടിലേക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ പോവാണ്. അപ്പോൾ കാര്യമായിട്ട് പോകണം, എല്ലാം ഫേക്കല്ലുണ്ട്, ശരിക്കും പോവാണ്. അപ്പോൾ ഞങ്ങളൊരു 2 ഡേ ട്രിപ്പാണ്. നമ്മൾ വെനസ്ഡേ രാവിലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പൊളിച്ചൊക്കെയാകുമ്പോൾ 5:30 ഇറങ്ങി. പിന്നെ ഇനി ഞാനൊരു തേഴ്സ്ഡേ രാത്രിയൊക്കെ ആവില്ല നമ്മൾ വീട്ടിലെത്താൻ തേഴ്സ്ഡേ രാത്രിയാവും. അപ്പോൾ അതുവരെയുള്ള ഊട്ടി വിശേഷം, മസനഗുഡി വിശേഷമൊക്കെ പുറകെ ഈ വ്ളോഗിൻ്റെ വരും. ഓക്കെ, ഞങ്ങളങ്ങനെ കാലിക്കറ്റ് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു ഊട്ടിയിലേക്ക്, മസനഗുഡി വഴി ഊട്ടി. അപ്പോൾ എൻ്റെ സെക്കൻഡ് ബ്രദറാണ് കാർ ഓടിക്കുന്നത്. പിന്നെ ഹാഫീസ് എന്ന ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഞാനാണ് ഗൈസ് ബാക്ക് സീറ്റിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. എൻ്റെ സെക്കൻഡ് ബ്രദറാണ് കാർ ഓടിക്കുന്നത്. ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, റൺസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ മൊത്തം ടയേർഡാണ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഊട്ടിയിലേക്ക് വന്നു, മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. അപ്പോൾ ഊട്ടിയിലെത്തി ഞങ്ങൾ റൂമിലാണ്. അപ്പോൾ റൂമത്തെ ബാൽക്കണിയത്തെ വ്യൂ രക്ഷയില്ല ഗൈസ്, രക്ഷയില്ല പറഞ്ഞാൽ രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നിങ്ങളിത് ഊട്ടിയാണ് പറഞ്ഞാൽ വിശ്വസിക്കും, അത്ര അൺബിലീവബിൾ വ്യൂ ആണ് ബാൽക്കണിയിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇനി കുറച്ച് ഫ്രഷായിട്ട് ഒരു ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഔട്ടിങ്ങിന് ഇറങ്ങും. അതൊക്കെ പിന്നാലെ വരും. അപ്പോൾ ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളെ സ്റ്റേ എന്ന റിസോർട്ടിൻ്റെ ബാൽക്കണിത്തെ വ്യൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണി ഹൗസ് ഊട്ടിയിലാണുള്ളത്. ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിച്ചിട്ട് ഗായ്സ്, ഇതാണ് ഹൈദരാബാദി ബിരിയാണി ഹൗസ്. ഊട്ടിയിലെ ഏറ്റവും ഫേമസ് ആയ ലഞ്ച് സ്പോട്ടാണ്. അപ്പോൾ ഞാനത് തിന്നുകൊണ്ടിരിക്കുന്നത് ഡ്രാഗൺ ചിക്കനാണ്. ഇത് ഗായ്സ് അവിടെ അവിടുത്തെ സ്പെഷ്യൽ ഷവായാണ്. ഇത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ഇത് ഗ്രിൽ ചിക്കനാണ് ഗായ്സ്. ബോട്ട് ഹൗസ് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഊട്ടി. സോ വി വെൻ ദെയർ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അവിടുന്ന് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, നല്ല ഫണ്ണായിരുന്നു. അവിടുത്തെ വിശേഷങ്ങൾ കണ്ടോളൂ ഗായ്സ്. പിന്നെ ഞങ്ങൾ ഐ ലവ് ഊട്ടി പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടുന്ന് ഫാമിലി ഫോട്ടോ എടുത്തു. ഞാൻ എടുത്ത ഫോട്ടോ ആണ്. ഇഷ്ടമായിട്ട് കമൻറ്റ് പറയുക. ഇത് ആഫീസിൻ്റെ ഫോട്ടോ ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് പറയുക. കട്ട പോസ്റ്റാണ്, കട്ട വെയിറ്റിംഗ് ആണ് ബോട്ടിങ്ങിന്. ബോട്ടിങ് കാണിച്ചു തന്നാൽ അപ്പോൾ നമ്മളെ ബോട്ടിൽ കയറാം. അപ്പോൾ നമ്മളെ ബോട്ടിൽ കയറാൻ പോണേ. ഈ ബോട്ടിൽ കയറി അടിപൊളിയാ. ഞങ്ങൾ അങ്ങനെ ഫൈനലി കുറേ കാത്തിരുന്നിട്ട് ബോട്ടിൽ കയറി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊരു 2-3 ടൈംസ് കയറിയതാണ്. അപ്പോൾ ഈ ബോട്ടിങ് തീരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഞങ്ങളുടെ ബോട്ട് ഹൗസ് പറഞ്ഞിട്ടുള്ള ഊട്ടിയിൽ ഒരു ടാർഗറ്റ് സോൺ പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ വന്നു. അവിടെ പ്രത്യേകിച്ച്
അമ്പും വെയിലും ഒക്കെ ഷൂട്ട് ചെയ്യണതാണ്. ഞാൻ ട്രൈ ചെയ്തു പെയിൻറ്റ് ബോൾ ഷൂട്ട് ചെയ്യുന്നത് ഗണ്ണിനോണ്ട്, പക്ഷെ ഞാൻ തീരെ എക്സ്പീരിയൻസ്ഡ് അല്ല. പിന്നെ ഹാഫീസും ട്രൈ ചെയ്തു, പക്ഷെ ഹാഫീസും തീരെ എക്സ്പീരിയൻസ്ഡ് അല്ല. ഞങ്ങൾ കുതിരനെ കണ്ടു. റൂമിൽ നിന്ന് പോവാണ്. റൂമിൽ നിന്ന് നമ്മൾ ശരിയടിക്കാണ്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ഒരു ചെറിയൊരു അടിയാർ സ്റ്റേഷനുണ്ട്, അവിടുന്ന് കഴിക്കാൻ പോവാണ്. അവിടെ ഇച്ചിരി കാണാം. പിന്നെ ഇതായിരുന്നു നമ്മളെ റൂം. ഞങ്ങളെ റൂം നമ്മൾ കാണിച്ചു തരാം അല്ലേ? നമ്മളെ റൂം നമ്മൾ കാണിച്ചു തരാം. ഒരു മനോഹരം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഒരു അടിപൊളി റൂം തന്നെയാണ്. നല്ല രാത്രി നല്ല രസമുണ്ടായിരുന്നു. രാത്രി നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഇതാണ് ഔട്ട് സൈഡ് ഓഫ് ദ റൂം. നല്ല വ്യൂ അല്ലേ അത്? നല്ല വ്യൂ അല്ലടാ, നല്ല വ്യൂ ആണ്. പിന്നെ ഇത് നല്ല സിറ്റിംഗ് കപ്പാസിറ്റി, നല്ല ഇതൊരു കോട്ടേജ് ആണ്. 2 വില്ലാണ്. അപ്പോൾ 2 വില്ല, ഒരു വില്ലയിൽ 4 റൂം വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ മുകളിലാണ് അവിടെ ഇരുന്നത് ഗൈസ്. അപ്പോൾ പിന്നെന്താ, ഇതായിരുന്നു നമ്മുടെ വീട്. വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റൂലേ ഹാഫീസ്? ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ നല്ലൊരു വ്യൂ ആണ് ഗൈസ്, അത് ഒന്നാമത്തത്. പിന്നെ ഞങ്ങളെ കോട്ടേജ് പറയുമ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, പിന്നെ നല്ലൊരു നല്ല കപ്പാസിറ്റി, അടിപൊളി റൂമാണ്. പിന്നെ ഇനി നേരെ നമ്മൾ അടിയാർ ഭവനിലേക്കാണ് ഞങ്ങളിപ്പോൾ ഇരുന്നത്. നമ്മൾ നേരെ അടിയാർ ഭവനിലാണ് അല്ലേ? അടിയാർ ഭവൻ ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിക്കണുള്ളൂ. നമ്മൾ ഗൂഡല്ലൂർ പറഞ്ഞൊരു സ്ഥലത്ത് പോകും. എന്നിട്ട് ഗൂഡല്ലൂരിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഹെവി ആയിട്ട് നല്ല ലഞ്ച് കഴിക്കും. പിന്നെ ഗൂഡല്ലൂർ കുറച്ചൊരു 12 o'clock ഒക്കെ അവിടെ എത്താൻ. അപ്പോൾ ലഞ്ച് അവിടെ നിന്ന് കഴിക്കും. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ നേരെ അങ്ങനെ പോവും. പിന്നെ ഒരു വയനാട് ആ ഭാഗത്ത് കൂടെയാണ് പോണേ. അപ്പോൾ വയനാട് നിന്ന് വൈറ്റ് ഹൗസ് വങ്കിയൊക്കെ ഉണ്ടാവും ഗൈസ്. ഓരോ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ എവിടെ പോണേ രാത്രി? വൈറ്റ് ഹൗസില്ലേ? വൈറ്റ് ഹൗസിലാണ്. വൈറ്റ് ഹൗസിൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റാണ് വൈറ്റ് ഹൗസ്. നല്ല മന്തിയൊക്കെ നല്ല ട്രൈ ചെയ്യുക. പിന്നെ വൈറ്റ് ഹൗസ് 3-4 ഫുഡ് സ്പോട്ട് കൂടി ട്രൈ ചെയ്യണം. എന്നിട്ട് നേരെ നമ്മൾ കാലിക്കറ്റ്. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഉണ്ട് ഗൈസ്. ഇൻസ്റ്റയിൽ അതുവരെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തില്ല എൻ്റെ ഇൻസ്റ്റത്തെ അക്കൗണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും ഓനുണ്ട് കേട്ടോ. ഓനുണ്ട് ഇൻസ്റ്റയിൽ. നമ്മൾ 2 ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കല്ലേ? ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കും. പിന്നെ എനിക്ക് റിസോർട്ട് സ്റ്റേ എന്താ അഭിപ്രായം? നല്ല വ്യൂ ആണ്. നല്ല രാത്രി നല്ല ക്ലൈമറ്റ്, നല്ല കോൾഡ്, നല്ല തണുപ്പാണ് ഇവിടെ. പിന്നെ അതാണ് പിന്നെ നമ്മൾ ലൈറ്റായിട്ട് കഴിക്കാൻ പോലെ അടിയാറുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റത്തെ അക്കൗണ്ടത്തെ ലിങ്ക് നമ്മൾ 2 ആളുണ്ട്. അപ്പോൾ 2 ആളതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വരും. അപ്പം ഞങ്ങളെ ഫൈൻ ഫോറസ്റ്റ് എത്തി. ഫൈൻ ഫോറസ്റ്റ് ഇല്ലേ? ഫൈൻ ഫോറസ്റ്റ് എത്തി. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ട്, റീൽസൊക്കെ എടുക്കാണ്ട്. പിന്നെ ഐസ്ക്രീം. പിന്നെന്താ ഗൈസ്, പിന്നെ വയനാടാണ്. വയനാട് നിന്ന് വൈറ്റ് ഹൗസ് ഫുഡ് കഴിക്കാൻ. ഓക്കെ ഗൈസ്, ഫൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു ഏട്ടൻ വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് ഹാഫീസ് ഒരു മലായി കുൽഫി കഴിച്ചു. ഞാനൊരു ചോക്കോബാർ കഴിച്ചു.
ഗായ്സ് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് നേരെ ഇനി കർണാടക ഫോറസ്റ്റിലേക്കാണ്. ഫൈനലി കർണാടക സ്റ്റേറ്റ് എത്തി. കർണാടകയുടെ ഒരു പ്രത്യേകത കർണാടകയുടെ ബോർഡർ കയ്യിലെ വാടല്ലേ ഒരു സിറ്റി മാതിരിയല്ല, നേരെ ഒരു ഫോറസ്റ്റാണ് കർണാടകയുടെ ബോർഡർ. അപ്പോൾ നമ്മൾ കർണാടക സ്ഥിതി ചെയ്യുന്ന ബന്ദിപ്പൂർ എന്ന സ്ഥലത്ത് ബന്ദിപ്പൂർ റിസർവ് ടൈഗർ റിസർവിലെത്തി. കർണാടക ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ ആദ്യമായിട്ട് കർണാടക ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഞങ്ങളൊരു കരിക്ക് കുടിക്കാൻ ഇറങ്ങിയതാണ്. കരിക്ക് കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇനി കരിക്ക് കുടിച്ചിട്ട് അത് ഞങ്ങൾ വൈകിട്ട് വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെയാണ്. ഞങ്ങൾ കുറേ നേരം വെറൈറ്റി ഫുഡ് ഓർഡർ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് ഹൗസ് മൈ ഫേവറേറ്റ് ഹോട്ടൽ. ഗായ്സ് ഞങ്ങളെല്ലാ ടൂറൊക്കെ മൊത്തം കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ ഓഫ് ടു കാലിക്കറ്റ്. വയനാട് കഴിഞ്ഞ് ഇനി നേരെ കാലിക്കറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.